ADGP H. വെങ്കടേഷ് നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഉണ്ടാകുന്നു. കോടതിയുടെ തീരുമാനമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് ഏറ്റവും നിർണായകമായി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ സംശയങ്ങൾ മുതൽ അതിൻ്റെ ആദ്യ ഇടക്കാല ഉത്തരവ് മുതൽ പുറത്തു വന്ന വാർത്താ പരമ്പര ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഇന്ന് ഷഫീദ് റാവത്ത് ബ്രേക്ക് ചെയ്ത് 24 ബ്രേക്ക് ചെയ്ത ആ വാർത്ത സ്വർണ്ണപ്പാളി മാറ്റിക്കൊണ്ടുവച്ച് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് എന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പോലീസ് അന്വേഷണം എന്ന വാർത്തയാണ്. വിഷ്ണു സുരേഷ് വരെ ചേർന്നു. വിഷ്ണു, ഹൈക്കോടതിയുടെ ഈ വിഷയത്തിലെ ആദ്യ നടപടി മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വിഷ്ണു. എല്ലാ ഇടക്കാല ഉത്തരവും നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ തീരുമാനം എന്ന് പറയാം ഈ പോലീസ് അന്വേഷണ പ്രഖ്യാപനം. വിഷ്ണു, ഹാഷ്മി, അതിലൊരു വ്യക്തത വരാനുണ്ട്. കോടതി സ്വമേധയാ എടുത്ത തീരുമാനമാണോ സർക്കാർ അറിയിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. കോടതിയുടെ ഓഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൽ സൈബർ പോലീസ് അടക്കമുള്ള ആളുകൾ, സൈബർ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ അതിലുണ്ട്. ഒരു പക്ഷേ ഇത് അതീവ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയതെന്ന് മനസ്സിലാകുന്നു. അത് ഹൈക്കോടതി തന്നെ നേരിട്ട് ഉത്തരവിട്ടതാണോ അതല്ല എങ്കിൽ സർക്കാർ കോടതിയെ അറിയിച്ചതാണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദത്തിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന പ്രതിപക്ഷ ചോദ്യത്തിന്, BJPയുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം ആയിരിക്കുന്നു. ഇനി സ്വർണ്ണപ്പാളി വിവാദവും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അന്വേഷിക്കുക അത് പോലീസ് ആയിരിക്കും. ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും സ്വർണ്ണപ്പാളി വിവാദം ഇനി അന്വേഷിക്കുക. അതിൽ നിർണായകമായ കണ്ടെത്തലുകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് അറിയേണ്ടതുണ്ട്. നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സ്പെഷ്യൽ ടീമിന്റെ കാര്യമാണ്. തുടർ നടപടികൾ എന്താണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മി.